ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു ഈദ് വ്ളോഗാണ് കേട്ടോ ഇന്ന് കാണിക്കണത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മൈലാഞ്ചി ഇടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 4 മണിയൊക്കെ ആകുമ്പോൾ തന്നെ 3-4 മണിയൊക്കെ ആകുമ്പോൾ തന്നെ മൈലാഞ്ചി ഇടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് കട്ടക്കുള്ള മൈലാഞ്ചി ഇടുന്നില്ല, കാരണം എനിക്ക് കട്ടക്ക് ഇടാനുള്ള ഇടാൻ താല്പര്യം എനിക്ക് ഈ ഒരു ഇതിന് തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു സിമ്പിളായിട്ട് ഇടാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു കുഞ്ഞു ലീഫുകളാണ് കേട്ടോ ഞാൻ വരച്ചു കൊടുക്കുന്നത്. അങ്ങനെ സിമ്പിളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലെങ്കിൽ എന്തായാലും കണ്ടു നോക്കാം. പിന്നെ നമ്മൾ നോമ്പൊക്കെ തുറന്നു. പിന്നെ ഇതാ നമ്മൾ തക്ബീറൊക്കെ ചൊല്ലാണ് കേട്ടോ. അതിതാ നമ്മൾ തക്ബീർ ചൊല്ലിയതിന് ശേഷം പിന്നെ ഞാൻ ഉമ്മാക്ക് മൈലാഞ്ചി ഇട്ട് കൊടുത്തു. കുറച്ച് രാത്രി ആയിട്ടോ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ ഉമ്മ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കുമായിരുന്നു. പിന്നെ നടു പോർഷനിലൊക്കെ നല്ല രീതിയിൽ ഇട്ടു. വിരലിലാവുന്ന സമയത്ത് ഉമ്മ ഇങ്ങനെ ഉറങ്ങിയിട്ട് കൈ വിരലിങ്ങനെ അമർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നേരെ ഇടാൻ വേണ്ടി പറ്റിയിട്ടില്ല. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലത് കയ്യിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 കയ്യിലും ഞാൻ മൈലാഞ്ചി ഇങ്ങനെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ കുറച്ച് നേരം ടൈം അയക്കണം കേട്ടോ. പിന്നെ ഉള്ളത് എനിക്ക് ഡ്രസ്സ് അടിക്കാനുണ്ടായിരുന്നു പെരുന്നാൾക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ഡ്രസ്സ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട്, ഇപ്പോഴത്തെ ആലിയ കട്ട് മോഡലില്ലേ അതുപോലെ അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്ലോത്തൊക്കെ വെട്ടി ഇതാ റെഡിയാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ അടിക്കാൻ തുടങ്ങുന്നത് തന്നെ 11 മണിക്കോ 12 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇതപ്പോൾ ടൈം 3 മണിയായിട്ടുണ്ട് കേട്ടോ. ഡ്രസ്സിൻ്റെ ഫുൾ പരിപാടി കഴിയണത് ഒരു 4 മണി ആവാറാവുമ്പോഴാണ് കേട്ടോ കറക്റ്റായിട്ട് കഴിഞ്ഞത്. എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി രാവിലെ എണിച്ചിട്ട് അയൺ ചെയ്യാൻ നോക്കുകയാണ്. ഇപ്പം ഞാൻ അയൺ ചെയ്യുന്നില്ല, കാരണം ഉറക്കത്തിൻ്റെ ആ ഒരു ഇത് എത്തിയിട്ടുണ്ട്. അപ്പോൾ 4 മണിയായാലും പിന്നെ നേരെ പോയി കിടന്നുറങ്ങി. പിന്നെ ഒരു 7:30 ആകുമ്പോഴാണ് എണീക്കണത്. പിന്നെ നമ്മൾ നേരെ കുളിച്ച് റെഡിയായി പെരുന്നാൾ നിസ്കരിക്കാൻ കേട്ടോ. ഞാനും ഉമ്മയും കൂടിയിട്ടാണ് നിസ്കരിക്കണത്. പിന്നെ നമ്മൾ നിസ്കരിച്ചതിന് ശേഷം പിന്നെ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. അപ്പോൾ റെഡി ആവണത് എങ്ങനെയാണെന്നുള്ളത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. എന്തായാലും കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ സ്പീഡായിട്ട് പറഞ്ഞു പോകണമെന്നില്ല, നിങ്ങൾക്ക് എന്തായാലും കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും എന്തൊക്കെ അപ്ലൈ ചെയ്യണമെന്നുള്ളതൊക്കെ. BB ക്രീം ടാൽക്കം പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഐഷാഡോ ആണ് കേട്ടോ. അത് നമ്മൾ ബ്ലാക്ക് ഐഷാഡോ വെച്ചിട്ട് ചെറുതായിട്ട് കണ്ണിൽ ഐബ്രോ ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കണ്ണിന് മുകളിൽ ഐഷാഡോ ആയിട്ട് 3-4 കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുഞ്ഞു മേക്കപ്പ് തന്നെയാണ്. കുഞ്ഞു മേക്കപ്പ് തന്നെ കുറച്ചൊക്കെ ഉണ്ട്. പെരുന്നാളായിട്ട് അങ്ങനെ അധികമായിട്ട് ഒരുപാട് ഇട്ടിട്ടില്ല, എന്നാലും അത്യാവശ്യം ഒരുങ്ങിയിട്ടുണ്ട്. പിന്നെ കോണ്ടറും ഹൈലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ തട്ട എന്താ ഇങ്ങനെ ഇട്ടിക്കണമെന്ന് വെച്ചാൽ ഇതിന് ആലിയക്കട്ടിൽ നമുക്ക് കഴുത്തിന് കുറച്ച് ഇറക്കം കൂടുതലായിരിക്കും. അതുകൊണ്ടാട്ടോ ഞാൻ തട്ട ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യണത്. ഇത് നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സ്. ശരിക്കത്തെ കളർ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫോട്ടോ അറ്റാച്ച് ചെയ്യാം. അതാണ് ശരിക്കത്തെ കളറ്. ഈ ഒരു കളറാണ് കേട്ടോ ഡ്രസ്സിനുള്ളത്. അപ്പോൾ നല്ല രസമാണ് നേരിട്ട് കാണാനായിട്ട്. പിന്നെ നമ്മൾ റെഡിയായി കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബ്രദർ ഇവിടെ സവാള ഗിരിഗിരി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉമ്മക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ചില്ലിക്ക് വേണ്ടിയിട്ടുള്ളത് ഇപ്പോൾ മസാല റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഉമ്മ. പിന്നെ അപ്പോഴത്തേനും ഞാൻ ക്യാരറ്റൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കണം. ഇന്ന് ക്യാരറ്റ് ഹൽവയാണ് ഗൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്യാരറ്റൊക്കെ ഞാൻ ചീവിയിട്ട് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അമ്മ ഹൽവ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ അത്യാവശ്യം ഒരു 3-4 വീട്ടിലൊക്കെ കൊടുക്കാനുണ്ട് ഫുഡ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഒരു 2 മണിയാകുമ്പോൾ 3 മണിയാകുമ്പോൾ സമയത്താട്ടോ കഴിച്ചത്. അപ്പോൾ എല്ലാവരുടെയും കൊടുത്ത് വന്ന് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഒരു 3 മണിയാകുമ്പോഴാട്ടോ കഴിച്ചത്. അപ്പോൾ 3 മണിക്ക് ചോറ്, അതായത് ബിരിയാണി, ചിക്കൻ ബിരിയാണി, പിന്നെ കച്ചമ്പർ ഉണ്ടായിരുന്നു, പിന്നെ സാലഡ് ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി കഴിച്ചു. അപ്പോൾ നല്ല ഫുഡായിരുന്നു കേട്ടോ. ഇന്നത്തേക്കാളും നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു പെരുന്നാളിൻ്റെ ഫുഡിന്. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിക്കുകയാണ് ഞാൻ. അപ്പോൾ കച്ചമ്പറും ഇതും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ കഴിച്ചിട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറേ നേരം കഴിഞ്ഞിട്ടാട്ടോ സ്വീറ്റ് കഴിച്ചത്. അപ്പം തന്നെ കഴിച്ചില്ല, കാരണം തലക്ക് നല്ല മന്ദപ്പ് വരുന്ന വിചാരിച്ചിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് കഴിച്ചത്. ഒരു വൈകുന്നേരത്തൊക്കെയാണ് തോന്നുന്നു കഴിച്ചത്. അപ്പോൾ ക്യാരറ്റ് ഹൽവ വിത്ത് ഐസ്ക്രീമിൻ്റെ അവിടെ ആയിട്ടാണ് കഴിച്ചത്. ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ നമ്മൾ കല്യാണപ്പുരയിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ എന്തായാലും കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് കഴിച്ചോക്കട്ടെ. കല്യാണ വീട്ടിൽ മസ്റ്റ് ആയിട്ട് ഉണ്ടാവണതാണ് കേട്ടോ ഈ 2 ഒരു കോംബോ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കഴിച്ചു നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി നിങ്ങൾക്ക് എന്തായാലും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.